ഒരിക്കൽ BD സതീശൻ സാറ് എന്നെ ഫോണിൽ വിളിച്ചു. കുറച്ച് വാനിയ എന്ന പേരിൽ പുറത്തിറക്കിയ ആ പുസ്തകത്തിൻ്റെ കുറേ കോപ്പികൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ന് അദ്ദേഹം ചീഫ് മിനിസ്റ്ററാണ്. അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ചാർജ് എടുത്ത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ 80ൻ്റെ കെട്ടുകളാക്കിയാണ് വെച്ചിരിക്കുന്നത്, എത്ര കെട്ട് വേണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 80ൻ്റെ ഒരു കെട്ട് എനിക്ക് മതി എന്ന് എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം വാനിയ എന്ന അദ്ദേഹം പ്രകാശനം ചെയ്ത ആ ലഘുപുസ്തകം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുത്തു. ഈ പുസ്തകം അദ്ദേഹം വാങ്ങാനുള്ള കാരണമെന്ന് പറയുന്നത്, ഒന്ന്, അദ്ദേഹമാണത് പ്രകാശനം ചെയ്ത്, രണ്ട്, അദ്ദേഹം അത് 2 വട്ടം വായിച്ചിട്ടാണ് വന്ന് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ആരുടെയും ഹൃദയത്തെ അലിയിപ്പിക്കുന്നതാണ്. അത്ര ഹൃദയസ്പൃക്കായ കഥയാണ് വാനിയയുടെ കഥ. റഷ്യയിൽ നടന്നതാണ്. 2 പ്രാവശ്യം അദ്ദേഹം വായിച്ചതിന് ശേഷം പ്രകാശന സമയത്ത് അദ്ദേഹം വന്ന് പറഞ്ഞത്, അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണീര് പോയി എന്നാണ്. ഒരു സുവിശേഷ ആത്മാവുള്ള ഒരു ചെറുപ്പക്കാരൻ ചെമ്പടയുടെ കാലത്ത്, ഭരണം നടക്കുന്ന കാലത്ത് റഷ്യൻ പട്ടാളത്തിൽ ചേരുകയാണ്. ഒരു സുവിശേഷ ആത്മാവുള്ള ഒരാളായിരുന്നു ഈ വാനിയ. വാനിയയുടെ പേര് മോയ്സേവ് എന്ന് പറയുന്ന, അദ്ദേഹം റഷ്യൻ പേര് വേറെയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിക്കുന്ന, അമ്മയും അപ്പനും കൂടി ഇട്ട് വിളിക്കുന്ന ഓമന പേരാണ് ഈ വാനിയ എന്ന പേര്. ഇവൻ പട്ടാളക്കാരോട് സുവിശേഷം പറഞ്ഞു എന്നതാണ് ഇവനെ കൊല്ലാനായിട്ടുള്ള പ്രധാന കാരണം. പട്ടാളക്കാരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അവർ പറയരുത് എന്ന് വിലക്കി. ഇത് ഭൗതികവാദം നിലനിൽക്കുന്ന രാഷ്ട്രമാണ്. ഇവിടെ സൃഷ്ടിവാദത്തിനും ദൈവവാദത്തിനും ഒന്നും പ്രസക്തിയില്ല. ഭൗതികവാദത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് പട്ടാളക്കാരോട് സുവിശേഷം പറയരുത് എന്ന് വാനിയയെ അവർ ചട്ടം കെട്ടി. പക്ഷെ വാനിയ ഇതൊന്നും കേട്ടിട്ടും പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. തൻ്റെ സഹപ്രവർത്തകരോട്, സഹപട്ടാളക്കാരോട് സമയം കിട്ടുന്ന വേളയിലെല്ലാം തന്നെ യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉദ്യോഗസ്ഥന്മാർ വിലക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം വാനിയെ അവർ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളുടെ ഒരു കഥയാണ് ഈ വാനിയ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിർണ ഗ്രാൻഡ് എന്ന ഒരു അമേരിക്കൻ വനിതയാണ് ഈ പുസ്തകം എഴുതിയത്. അവരിപ്പോഴും ലൂസിയാനയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് അസുഖബാധിതയായി അവർ ഹോസ്പിറ്റലായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പുസ്തകം 90കളിൽ ഗുഡ് ന്യൂസ് വാരിക അത് ഓമന ടീച്ചർ തർജ്ജമ ചെയ്ത് കൊടുക്കുകയും ഗുഡ് ന്യൂസിൽ ഏതാണ്ട് 1.5 വർഷത്തോളം അത് പരമ്പരയായി പ്രസിദ്ധീകരിക്കുകയും ചെയ്ത പുസ്തകമാണ്. എന്നാൽ അതിൻ്റെ പകർപ്പവകാശം കിട്ടുക, അത് പുസ്തകമാക്കാൻ അന്ന് അനുവാദം കിട്ടിയില്ല. എന്നാൽ ഈ കഴിഞ്ഞ 4-5 വർഷം മുമ്പാണ് ഫ്ലോറിഡയിലെ പാസ്റ്റർ മനു ഫിലിപ്പ് മുഖാന്തരം ആ പുസ്തകത്തിന് നമുക്ക് പുസ്തകമാക്കാനുള്ള പെർമിഷൻ കിട്ടിയത് എന്ന് ഞാൻ ഈ സന്ദർഭവശാൽ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും, ഹൃദയമുള്ളവരെല്ലാം കരഞ്ഞു പോകുന്ന രീതിയിലാണ് വാനിയയുടെ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്ത ക്രൂരത. ഐസ് കട്ടയിൽ അവനെ രാത്രി മുഴുവൻ നിർത്തിയിരിക്കുക, നഗ്നവാദനായി ഐസ് കട്ടയിൽ നിർത്തിയിരിക്കുക, കുനിഞ്ഞു നിന്ന് ഡൈനിങ് ടേബിൾ അവനെ വൃത്തിയാക്കുക, ഐസ് വെള്ളത്തിൽ കാലിട്ട് വെക്കുക, കുനിഞ്ഞ് ഒരാൾക്ക് നിവർന്നു നിൽക്കാൻ മേലാത്ത മുറിയിൽ കൊണ്ട് കുനിച്ചു നിർത്തി രാത്രി മുഴുവൻ നിർത്തിയിരിക്കുക. ഇങ്ങനെ അതിഭീകരമായ ശിക്ഷാമുറകളാണ് അന്നത്തെ റഷ്യയിലെ ചെമ്പട ഈ വാനിയയോട് ചെയ്തത്. അവസാനം അവൻ്റെ വിശ്വാസത്തെ അവൻ തള്ളിക്കളയാൻ തയ്യാറല്ലാത്തത് കൊണ്ട് സഹപ്രവർത്തകർ വീണ്ടും വീണ്ടും സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നതിനാലും അവരെ പിടിച്ച് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ അവനെ ശിക്ഷിച്ച് അവനെ സൗണ്ട് പ്രൂഫ് റൂമിനകത്തിട്ട് അടിച്ചു കൊല്ലുകയാണ്. അങ്ങനെ നിർദ്ദയം, സാധാരണ വെടിവെച്ച് കൊല്ലുകയൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ ഇവിടെ മർദ്ദിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മർദ്ദനമേറ്റ് ഇവൻ മരിക്കാൻ നേരത്ത് ഇവനെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത മാൽസിംഗ് എന്ന് പറയുന്ന ആ പട്ടാള മേധാവി ഇവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വാനിയ പറയുന്ന ഹൃദയസ്പൃക്കായ ഒരു വാക്കുണ്ട്. യേശു സകല മനുഷ്യരെ സ്നേഹിക്കുന്നു, നിന്നെയും
എന്ന് മാത്സ്യനോട് നേരിട്ട് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വാനിയെ പ്രാണനെ വിടുന്നത്. ഇതാണ് ഈ കഥ. ഇതാണ് സതീശൻ സാറ് പ്രകാശനം ചെയ്ത് വായിക്കുകയും ചെയ്തത്. അങ്ങനെ ഇത് പ്രകാശനം ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം എന്നോട് പുസ്തകം ആവശ്യപ്പെട്ടത്. ഞാൻ പുസ്തകത്തിന്റെ എന്താണ് ഈ പുസ്തകം എന്ന് പറയാനൊന്ന് ആദ്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ 80 പുസ്തകത്തിന്റെ കെട്ട് അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തു. അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, സ്നേഹിതർക്കും കോൺഗ്രസ് ലീഡേഴ്സിനും എല്ലാം ആ പുസ്തകം കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു, അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇങ്ങോട്ട് ഇടണം, അതിൻ്റെ വില ഇട്ട് തരാനാ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത് കുറേ ബുക്കുകളൊക്കെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയി പോവും, പിന്നെ കുറച്ച് വിൽക്കാതെ വരും, കുറച്ചൊക്കെ നമുക്ക്, എന്നാലും നമുക്ക് അത് കുറേയൊക്കെ വിറ്റിട്ടുണ്ട്, നഷ്ടമില്ലാതെ പോയിട്ടുണ്ട്, കുറച്ചൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് പോകും, എന്നാലും കുഴപ്പമില്ലാതെ അതിൻ്റെ വിലയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നഷ്ടമില്ലാതെ പുസ്തകം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതല്ല, വില തരണമെന്ന് എനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ഞാൻ ശരി, ബാങ്ക് ഡീറ്റെയിൽസ് തരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അല്പം കൂടെ ഉച്ചത്തിൽ സംസാരിച്ചു, ഞാൻ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി അദ്ദേഹത്തോട് തർക്കിച്ചു കഴിഞ്ഞാൽ ഒക്കില്ല. അദ്ദേഹം പൈസ തരും, തന്നേ അദ്ദേഹത്തിന് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിന്റെ കടഭാരം, ധാർമ്മികത അവിടെ പ്രദർശിപ്പിക്കണം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിക്കൊണ്ട് ഞാൻ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തു. രസമല്ല, ഈ ആകപ്പായി പുസ്തകത്തിന്റെ വില എന്ന് പറയുന്നത് ഒരു 100 രൂപയ്ക്കാണ് നമ്മളിത് വിൽക്കുന്നത്. ചെറിയൊരു പുസ്തകം, ഒരു 100 പേജുള്ള ഒരു കുഞ്ഞൊരു പുസ്തകം. അപ്പൊ ഇതിന് 8000 രൂപയുടെ വില അതിനകത്ത് നമുക്കായിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ അദ്ദേഹം ഇട്ടത് 20,000 രൂപയായി. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ഉടനെ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആളാണ് അദ്ദേഹം. ചീഫ് മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ പണ്ടത്തെ പോലും സംസാരിക്കാൻ ഇടപെടാനൊന്നും അവസരം ഉണ്ടാകില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് കേരളം കൂടി ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞ്, ഈ 8000 രൂപയ്ക്ക് സാറത്തിന് 20,000 രൂപ ഇട്ട്. മറുപടി വളരെ രസമാണ്. എന്നോട് പറഞ്ഞു, ഒരു പുസ്തകം എഴുതുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഓമന ടീച്ചർ. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട്, അത് പുസ്തകം ആക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, അത് വിറ്റഴിക്കാൻ പെടുന്ന പാട്, കുറേ എണ്ണം ഇത് വിറ്റിക്കാതെ പോകും, കുറേ കോംപ്ലിമെൻ്ററി ആയിട്ട് പോകുന്നു. എങ്ങനെ പറഞ്ഞാലും ശരി, പുസ്തകങ്ങളുടെ അച്ചടി എന്ന് പറയുന്ന നഷ്ടമാണ്. ഒരു പൈസ പോലും നിങ്ങൾക്കത് ലാഭമില്ലെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ പുസ്തകത്തിന് പണം തരാതെ ഇരിക്കുന്ന പ്രശ്നമില്ലെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം പുസ്തക പ്രകാശനങ്ങളെല്ലാം അങ്ങനെയാണ്. ഇതെല്ലാം നഷ്ടത്തിലേ കലാശിക്കുകയുള്ളൂ. ഒരു പുസ്തകം ഇന്ന് വരെ ലാഭത്തിന് ആരും വിറ്റിട്ടില്ല. അപൂർവം നല്ല പുസ്തകങ്ങൾക്ക് വലിയ കമ്പനിക്കാർ വിൽക്കുന്നുണ്ടാകും. വളരെ വിശദമായിട്ട് എന്നോട് സംസാരിച്ചു. അതുകൊണ്ട് പുസ്തകത്തിന്റെ വിലയും അതിന്റെ മഹത്വവും അതിന് ലാഭനഷ്ട കണക്കുകളും ഒക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ 20,000 ഇട്ടത്. ഞാൻ പറഞ്ഞു 8,000 രൂപ ഇട്ടാൽ മതി, ഇത്രയും വലിയ ഭീമമായ തുക അല്ല, ഇരിക്കട്ടെ, അതിരിങ്ങനെയായിരുന്നു, അതിരിക്കട്ടെ, അത് സാരമില്ല, അതിനുള്ള സംവിധാനമൊക്കെ നമുക്കുണ്ടെന്നേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ സംഭാഷണം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു 8,000 രൂപയുടെ പ്രശ്നമേ എനിക്കുള്ളൂ. അതൊരു വലിയ നഷ്ടമല്ല. കാരണം 2-3 എഡിഷൻ അത് അച്ചടിച്ച് വിറ്റതാണ് പുസ്തകങ്ങൾ. ആദ്യത്തെ എഡിഷനിൽ തന്നെ അത്യാവശ്യം അതിന്റെ നഷ്ടം വരാത്ത രീതിയിൽ തന്നെ പുസ്തകം പോവുകയുണ്ടായി. ആ പുസ്തകത്തിന് ഒരു രാഷ്ട്രീയ നേതാവ് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാം കൊടുത്തു. ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന MLA-മാരും സെക്രട്ടേറിയറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അത് കൊടുത്തതെന്ന് പിന്നെ അറിയുകയുണ്ടായി. അപ്പൊ ഞാനത് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് വിലയല്ല വിഷയം, പുസ്തകം കുറെ ആളുകളുടെ കൈകളിൽ എത്തിയല്ലോ. ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു പട്ടാളക്കാരൻ്റെ ഹൃദയസ്പൃക്കായ ഒരു കഥ 10 പേര് വായിച്ചിട്ട് ആർക്കെങ്കിലും ഒരു മനസ്സിൽ ഉണ്ടാകുന്നെങ്കിൽ എത്ര നല്ലതെന്നാണ് നമ്മളതേക്കുറിച്ച് ചിന്തിച്ചത്. പക്ഷെ അദ്ദേഹം ആ പണം, അതിൻ്റെ 3 ഇരട്ടിയോളം പണം തന്നു, കടം വീട്ടുകയുണ്ടായി. അതാണ് VD സതീശൻ. ആർക്കും കടക്കാരനാവുകയില്ല അദ്ദേഹം. വളരെ സുതാര്യതയുള്ള ഒരു മനുഷ്യനായിട്ടാണ്. വേറെ പല സംഭവങ്ങളും പല കാര്യങ്ങളും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ചെയ്യാമെന്ന് പറയാൻ ചെയ്തിരിക്കും, ചെയ്തില്ല എങ്കിൽ ചെയ്യുകയില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ. കുറച്ച് തീരുമാനങ്ങളാണ്. പല മീറ്റിങ്ങുകൾക്ക്, ക്രൈസ്തവ ഇന്ത്യയുടെ ഞങ്ങളുടെയൊക്കെ മീറ്റിങ്ങിന് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശാലമായ കാഴ്ചപ്പാട്, ധാർമ്മികതയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിന്റെ ചിന്തകൾ, മനുഷ്യരോടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ, ഒരു പുസ്തക വായനയോടുള്ള അഭിനിവേശം, അതുണ്ടാകുന്ന ലാഭനഷ്ട കണക്കുകൾ, ഇതൊക്കെ ഒരു പ്രസിദ്ധീകരണ കമ്പനിക്ക് ഉണ്ടാകാവുന്ന നേട്ടവും കോട്ടങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം എന്ന് പറയാൻ വേണ്ടിയും അദ്ദേഹത്തിന്റെ ധാർമ്മികതയുടെ നിലവാരം
ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് 8,000 രൂപയ്ക്ക് പകരം 20,000 രൂപ കിട്ടും. ആ തുകയുടെ 12,000 രൂപ എന്ന് വലിയ തുകയല്ല, എന്നാലും അത് തരാൻ തയ്യാറായി, അതല്ല അതിന്റെ മൂന്നിരട്ടി തരാൻ തയ്യാറായി എന്നതാണ് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും നേരും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ ഇലക്ഷൻ കാലങ്ങളിലൊക്കെ വണ്ടി വിളിച്ചാൽ പൈസ കൊടുക്കുകയില്ല, നോട്ടീസ് അടിച്ചാൽ പ്രസ്സിൽ പൈസ കൊടുക്കുകയില്ല, ബാനർ എഴുതി കഴിഞ്ഞാൽ പൈസ കൊടുക്കുകയില്ല, മൈക്ക് സെറ്റ് വണ്ടി വിളിച്ചാലും മൈക്ക് സെറ്റുകാരനൊന്നും സാധാരണ പൈസ ഇവരാരും കൊടുക്കാറില്ല, നേരെ ചൊവ്വയൊന്നും കൊടുക്കാറില്ല. കലമ്പി തീരുകയാണ് പതിവ്. രാഷ്ട്രീയക്കാരൊക്കെ ഏത് കാര്യത്തിന് ഏത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് അവർ സഹായം സ്വീകരിച്ചാൽ ആ പൈസ ഒന്നും അവർ കൊടുക്കുകയില്ല. അവരുടെ ആവശ്യത്തിന് വാങ്ങിയെടുക്കുക അല്ലാതെ അവർ കൊടുക്കാനുള്ള വണ്ടി പോലും ഓടിയാൽ കൊടുക്കത്തില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിലുള്ളത്. അന്നേരമാണ് അദ്ദേഹം ഈ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി അത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുകയും അതിൻ്റെ വളരെ കൂടിയ വില തരികയും ചെയ്തത്. അതിന് പറഞ്ഞ കാര്യം ഇതാണ്: പുസ്തകത്തിൻ്റെ പ്രിന്റിങ്ങിൻ്റെ കോസ്റ്റും അതിൻ്റെ ചെലവും അതിൻ്റെ ബന്ധപ്പാടും കഷ്ടപ്പാടും അതിൻ്റെ ലാഭനഷ്ട കണക്കുകളൊക്കെ എനിക്ക് അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തരികയുണ്ടായി. ഞാനിപ്പോഴും ആ കാര്യം നന്ദിയോടെ ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ പാസ്റ്റർ KC ജോണിന് ക്രൈസ്തവന്റെ ഏർപ്പെടുത്തി അവാർഡ് കൊടുത്തപ്പോഴും അദ്ദേഹം അന്ന് ഈ പുസ്തകത്തിന്റെ കാര്യം അവിടെ എടുത്തു പറയുകയുണ്ടായി. അതാണ് VD സതീശൻ. അദ്ദേഹത്തിന് വളരെ സത്യസന്ധതയോടെ നല്ല നിലയിൽ കേരളത്തെ ഒരു വികസനാത്മകമായ ഒരു പാതയിൽ എത്തിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് പറവൂരിലെ ജനങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഓരോ പറവൂരിലെ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നാണക്കേടുണ്ടാകുന്ന ഒരു നടപടികളും എൻ്റെ കയ്യിൽ നിന്നുണ്ടാകുകയില്ല എന്നാണ് അവരോട് പറഞ്ഞത്. അത് തന്നെയാണ് VD സതീശൻ ഈ സംഭവങ്ങളിലൂടെ അത് വീണ്ടും നമ്മെ അത് ബോധ്യപ്പെടുത്തുകയും തെളിയിക്കുകയും ചെയ്യുകയാണ്.